And we are live now. Hello, hello, hello. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്, എൻ്റെ കൂടെ ഇന്ന് വന്നേക്കുന്നത് രഞ്ജിനി ഫ്രം USA. ഞാനും USA എന്നാണ്. അപ്പം എൻ്റെ പേജിലുള്ളവർക്കൊക്കെ എന്നെ അറിയായിരിക്കും. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് എന്തിനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയാം. സോ എൻ്റെ പേര് ബിന്ദു എന്നാണ്. ഞാൻ ഫിലഡൽഫിയയിലാണ്. ഞാൻ ഇവിടെ ഒരു നഴ്സ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അപ്പം ഞാൻ നേഴ്സാണെങ്കിലും നഴ്സിംഗ് ഫീൽഡിലുള്ള ക്ലിനിക്കൽ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഓർത്തത്, ദർ ആർ സോ മെനി പീപ്പിൾ മലയാളി ഇമിഗ്രന്റ് പീപ്പിൾ പല കൺട്രീസിലും ഉള്ളവര് വന്നിട്ട് അവർ വന്നപ്പം തന്നെ ചെയ്യുന്ന ജോലിയിൽ തന്നെ അങ്ങ് നിൽക്കും. ബിക്കോസ് ഒന്ന്, ദർ ജസ്റ്റ് കംഫർട്ടബിൾ ദർ, റൈറ്റ്? അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പം ദേ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലോർ അതർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഞാൻ ഓർത്തു, നമ്മുടെ ഈ ബിസിനസ്സിൽ ഞാനും രഞ്ജിനിയും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബിസിനസ്സിൽ ഞങ്ങൾ ഒത്തിരിയും പേര് മലയാളി നഴ്സസ് ഉണ്ട്. മലയാളികൾ മാത്രമല്ല കേട്ടോ, ഐ വിൽ ബി ബ്രിങ്ങിങ് അതർ നാഷണാലിറ്റീസ് ആൻഡ് അതർ സ്റ്റേറ്റ്സ്, ഇന്ത്യയിലുള്ള അതർ സ്റ്റേറ്റ്സിലുള്ള ആൾക്കാരെയൊക്കെ ബ്രിങ് ചെയ്യുന്നുണ്ട് എൻ്റെ പേജിലോട്ട്. പിന്നെ പക്ഷെങ്കില് അപ്പൊ ഞാൻ ഓർത്ത് പലർക്കും ഒരു ഡൗട്ടായിരിക്കും. അപ്പം ഞാൻ വെച്ചു, ഇഫ് ഇറ്റ് ഹെൽപ്സ് എനിവൺ, വിൽ ജസ്റ്റ് എക്സ്പ്ലോർ ദ പോസിബിലിറ്റീസ് ഓഫ് ലൈക്ക് നഴ്സിംഗിന്റെ കരിയർ പാത്ത് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം എന്നോർത്തോളാം. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഒത്തിരി ഒന്നും ബിസിനസ് ചിലപ്പോൾ വിൽ ടച്ച് ഓൺ ഇറ്റ്. പക്ഷെ ഇന്നത്തെ ലൈവിന്റെ ഇത് രഞ്ജിനിയുടെ നഴ്സിംഗ് ജേർണിയും രഞ്ജിനി എങ്ങനെ കേസ് മാനേജ്മെന്റ് കണ്ടെത്തിയെന്നും നിങ്ങൾക്ക് ആ കേസ് മാനേജ്മെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ രഞ്ജിനി, ദി ഫ്ലോർ ഈസ് യുവേഴ്സ്. ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ് പ്ലീസ്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ കാലിഫോർണിയയിൽ ഒരു നേഴ്സ് കേസ് മാനേജറായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാൻ കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നാണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് നഴ്സിംഗ് പഠിച്ചത്. പിന്നെ ഞാൻ വർക്ക് ചെയ്തതെല്ലാം ഗവൺമെൻറ് അല്ലെങ്കിൽ സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ്. എന്നിട്ടാണ് 2007 നേരെ അമേരിക്കയിലേക്ക് പറിച്ചു നട്ടു, ബെഡ് സൈഡ് നേഴ്സായിട്ട്. അതാണ് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേഴ്സ് കേസ് മാനേജറായിട്ട് ഞാനിപ്പോ ഒരു 8 വർഷത്തോളമായി. അപ്പം ഞാന് പിന്നെ 25-ലധികം വർഷമായിട്ടുള്ള നേഴ്സിംഗ് എക്സ്പീരിയൻസ് എനിക്കുണ്ട്. കാലിഫോർണിയയിൽ വന്നിട്ടൊരു 11 വർഷമായിട്ട്. അപ്പം ഞാൻ ഇപ്പം നമ്മുടെ നേഴ്സിംഗ് ജേർണിയെക്കുറിച്ചും എൻ്റെ റോളിനെ കുറിച്ചും നമ്മുടെ നേഴ്സിംഗ് കരിയറിനൊപ്പമുള്ള പുതിയ പോസിബിലിറ്റീസ് നമുക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ പറയാം. ഐ ജസ്റ്റ് വാണ്ടഡ് ടു താങ്ക് യു ബിന്ദു. ഇതൊരു ഭയങ്കര ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നേഴ്സസിന്, അല്ലെങ്കിൽ ഹു ആർ ലുക്കിംഗ് ഫോർ അതർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലേ. നേഴ്സിംഗിൽ തന്നെ എങ്ങനെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാം, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, എങ്ങനെ അതിലേക്ക് എത്തിപ്പെടാം എന്നൊക്കെയുള്ള നേഴ്സസിനെ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് ബിന്ദു ചെയ്യുന്നത്. ഐ റിയലി അപ്രീഷിയേറ്റ് യു ആൻഡ് ദിസ് ഇസ് എ ബ്രില്യന്റ് ഐഡിയ ആൻഡ് ഐ എം സോ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ. അപ്പൊ ഞാന് 2007 ഞാൻ അമേരിക്കയിലേക്ക് വന്നത്. അമേരിക്കയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ബെഡ് സൈഡ് നേഴ്സ് ആയിരുന്നു. അപ്പൊ ബെഡ് സൈഡ് നമുക്ക് നേഴ്സിംഗ് പഠിച്ചു, നമുക്ക് നോളജ് ഉണ്ട്, സ്കിൽസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മളൊരു രാജ്യത്തേക്ക് വരുമ്പം പുതിയ ഇവിടുത്തെ കൾച്ചർ, ഇവരുടെ കമ്മ്യൂണിക്കേഷൻ രീതികൾ, ഇവിടുത്തെ പോളിസീസ്, ടെക്നോളജി, അതായത് കമ്പ്യൂട്ടർ ചാർട്ടിംഗ് ഒക്കെ നമ്മൾ ആദ്യമേ, അല്ലെങ്കിൽ മെഡിക്കേഷൻ സ്കാനിങ് ഒക്കെ ഫസ്റ്റ് തുടങ്ങിയത് അരിസോണയിലാണ്. അതുപോലെ നമ്മുടെ ഈ അലാരിസ് പമ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. അപ്പൊ ഞങ്ങളാണ് ആദ്യമേ ട്രെയിനിങ് കിട്ടുന്ന ആൾക്കാരെ. അപ്പം നാട്ടിൽ നിന്ന് വന്നപ്പോൾ ആദ്യം എനിക്കൊന്ന് 1 വർഷമൊക്കെ നമുക്ക് ഡോക്യുമെന്റേഷൻ, നമ്മുടെ പേപ്പർ ഡോക്യുമെന്റേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ കമ്പ്യൂട്ടറിലേക്കൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അന്ന് നമ്മുടെ യങ് ഏജ് ആയിരുന്നു. അപ്പം എല്ലാവരും പഠിക്കുന്നതിനൊപ്പം നമ്മളും പഠിച്ച്, അപ്പൊ അത് പിന്നെ എനിക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു അവസരം എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്നും കൂടിയാണ് ഉണ്ടായത്. ഞാൻ വന്നപ്പം എന്നെ കൊണ്ടിട്ടത് ഒരു റെസ്പിറ്ററി ടെലിമെട്രിയിലാണ്. അപ്പം നാട്ടിൽ നിന്ന് വന്നല്ലേ, എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എപ്പോഴും അതായത് നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വന്ന് നല്ലൊരു കമ്പനിയുടെ വഴി, അപ്പം ഞാൻ കോർ സ്റ്റാഫായിട്ടാണ് വന്നത്. കുറേ വേറെ നാഷണാലിറ്റിക്കാർ വന്ന് ട്രാവലേഴ്സ് ആയിരുന്നു. അപ്പം എൻ്റെ പ്രിസെപ്റ്റർ വേറൊരു നാഷണാലിറ്റി ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഞാനൊരു കോർ സ്റ്റാഫും മറ്റവര്
ഉം. പിന്നെ ട്രാവലറും. അപ്പൊ ഉം. എനിക്ക് കൂടുതൽ ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി എന്നോട് എപ്പോഴും ചോദിക്കും, നീ കംഫർട്ടബിൾ അല്ലേ, നിന്നെ മെഡ് സർജി വിടട്ടെ എന്ന് ഇങ്ങനെ ചോദിച്ചിരിക്കും. അപ്പൊ എൻ്റെ എഡ്യൂക്കേറ്ററിനോട് ഞാനിത് പറഞ്ഞപ്പോൾ എഡ്യൂക്കേറ്റർ എന്നോട് പറഞ്ഞു, രഞ്ജിനി, ഐ തിങ്ക് യു ഹാവ് ദ പൊട്ടൻഷ്യൽ, യു ക്യാൻ ട്രൈ ആൻഡ് ഡു ഇറ്റ്. ഞാൻ ഒരു 6 മാസം കരഞ്ഞു, ഭക്ഷണം കഴിക്കാതിരുന്നു, ഭയങ്കര സ്ട്രെസ് ആയിരുന്നു. പക്ഷേ ഉം. ഞാൻ സർവൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് വേറുള്ള ഫ്ലോറിൽ പോയി വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ ഉം. ഫ്ലോർ മാറി ഞാൻ ഹോസ്പിറ്റൽ മാറി കാലിഫോർണിയയിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഉം. ഓപ്ഷൻ കിട്ടി. അപ്പൊ ഇപ്പൊ ഇവിടുത്തെ നേഴ്സസിന് അറിയത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്, യൂണിയൻ ഉണ്ട്, സാലറി ഉള്ള സ്ഥലമാണ് നോർത്തേൺ കാലിഫോർണിയ. ആരെങ്കിലും മൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ Report ചെയ്യാ. നോർത്തേൺ കാലിഫോർണിയയിൽ ജോലി കണ്ടുപിടിക്കുക. ഇവിടെ നേഴ്സിംഗ് നല്ല ജോബിന് ശമ്പളവും ഉണ്ട് നല്ല കാലിഫോർണിയ. ശമ്പളമുണ്ട്, നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ട്, പെൻഷൻ ബെനിഫിറ്റ്സ്, പിന്നെ എല്ലാം നല്ലത്, യൂണിയൻ പ്രൊട്ടക്ഷനും ഉണ്ട്. ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി. ഞാൻ അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറയുവാണ്. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് 2015 ഞങ്ങൾ കാലിഫോർണിയക്ക് മൂവ് ചെയ്ത് സ്റ്റിൽ ബെഡ് സൈഡ് നേഴ്സായിരുന്നു. ബെഡ് സൈഡ് നേഴ്സായിട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ ആരോഗ്യ പ്രശ്നം വന്നപ്പം ഞാനിങ്ങനെ നോക്കാൻ തുടങ്ങി, പിന്നെ ക്ലിനിക്കുകൾ, പിന്നെ എഡ്യൂക്കേഷനിൽ പോകാൻ എനിക്ക് അന്നൊന്നും എനിക്ക് ഇത്രയും ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഞാൻ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറയും, ഐ എം നോട്ട് ഷുവർ ഇഫ് ഐ എം ഗോയിങ് ടു ബി എക്സ്പ്ലെയിനിങ് എവറിഥിങ് ഓർ എനിത്തിങ്, അങ്ങനെ പറയും. അപ്പൊ അവർക്ക് എന്നെ തന്നെ ഞാൻ അടിച്ച് താഴ്ത്തുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെതിരെ ശ്രമിച്ചില്ല. ക്ലിനിക്ക് നോക്കുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ജോലി ചെയ്തിരുന്ന ഇതിന്റെ സ്ഥാപനത്തിന്റെ ക്ലിനിക്കുകളിൽ സാലറി വളരെ കുറവാണ്. അപ്പം നമുക്കൊരു $20 $25 ഒരു മണിക്കൂറിൽ സാലറി. ഞാനാണ് ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ബ്രെഡ് വിന്നർ. ഹസ്ബൻഡിന് ജോലിയുണ്ട്, പക്ഷെ ഞാനാണ് മെയിൻ ബ്രെഡ് വിന്നർ. അപ്പം നമുക്ക് അങ്ങനെ സാലറിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ തന്നെ പോയി. പിന്നെ ഹെൽത്ത് ഇഷ്യൂ കൂടി ബാക്ക് ഇഞ്ചുറി ഒക്കെ ആയപ്പം ഒരു പോയിന്റിൽ ദൈവം എന്നെ കൊണ്ട് തീരുമാനം എടുപ്പിച്ചു, നോ മോർ ബെഡ് സൈഡ് നഴ്സിംഗ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് യു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ ഞാൻ കേസ് മാനേജ്മെന്റ് ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെയുള്ള പ്രായമുള്ള കേസ് മാനേജേഴ്സ് എല്ലാം പറയും, അയ്യോ അതുപോലെ ചെയ്യരുത്, ഞങ്ങളെല്ലാം ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ചാ ജീവിക്കുന്നത്, പറ്റാത്ത പണിയാണെന്ന് പറയും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അത് വിത്ഡ്രോ ചെയ്തു. പിന്നെ ഞാനൊരു ഒരു കേസ് മാനേജറോട് ചോദിച്ചപ്പോൾ അവൾ ഭയങ്കരമായിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ പോയി കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ബെഡ് സൈഡ് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഫിസിക്കൽ ഇഷ്യൂ കാരണം. അങ്ങനെയാണ് മനസ്സിലായത് വാട്ട് ഈസ് കേസ് മാനേജ്മെന്റ്, വാട്ട് ആർ വി ഡൂയിങ്. അപ്പൊ കേസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ പറയുന്നു, കേസ് മാനേജ്മെന്റിന് 2 ആസ്പെക്ട് ഉണ്ട്, ഡിസ്ചാർജ് പ്ലാനിങ് ആൻഡ് യൂട്ടിലൈസേഷൻ റിവ്യൂ. യൂട്ടിലൈസേഷൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു പേഷ്യന്റ് വരുമ്പം നമ്മുടെ പേഷ്യന്റിനെ ഏത് സ്റ്റാറ്റസ്, ഏത് ലെവലിലാണ് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്, ഔട്ട് പേഷ്യന്റ്, ഇൻ എ ബെഡ്, ഒബ്സർവേഷൻ, ഇൻ പേഷ്യന്റ്, ഓൾ ദോസ് ലൈക്ക് ഇൻ പേഷ്യന്റ്, ഹോസ്പിസ്, കംഫർട്ട് കെയർ, അങ്ങനെയൊക്കെയുള്ള സ്റ്റാറ്റസുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിലേതിനാണ് അവർ ക്വാളിഫൈ ചെയ്യുന്നുള്ളതിന്റെ നമ്മളൊരു റിവ്യൂ ചെയ്യുവാണ്. ഒരു ഇന്റർക്വാൾ റിവ്യൂ ചെയ്തിട്ട് നമ്മൾ അത് അപ്രൂവ് ആയോ ഇല്ലയെന്ന് നമ്മൾ ഡോക്ടേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതാണ് യൂട്ടിലൈസേഷൻ റിവ്യൂ. കേസ് മാനേജ്മെന്റ് ചില ഹോസ്പിറ്റലുകളിൽ ഈ ഡിസ്ചാർജ് പ്ലാനിങ്ങും ഉണ്ട്, ഈ ഒരു ആസ്പെക്റ്റും ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഡിസ്ചാർജ് പ്ലാനിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഡിസ്ചാർജ് പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ രോഗികളെ കാണും, ഒരു ഇനീഷ്യൽ ഇവാലുവേഷൻ ചെയ്യും, നമ്മൾ അവരുടെ ഡിസ്ചാർജ് നീഡ്സ് എന്താണെന്നുള്ളത് അസസ് ചെയ്യും, പിന്നെ നമ്മളൊരു പ്ലാൻ ഓഫ് കെയർ ഡിസ്കസ് ചെയ്യും. നമ്മൾ എവറി ഡേ ചാർട്ട് റിവ്യൂ ചെയ്ത് ഡോക്ടേഴ്സിനോടും മൾട്ടി ഡിസിപ്ലിനറി ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മളാണ് ഡിസ്ചാർജ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് റീഹാബ്, പിന്നെ ഹോം ഹെൽത്ത്, DME, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ വേണം, ഹോം ഇൻഫ്യൂഷൻ വേണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളാണ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ പിന്നെ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റിനെ കുറിച്ച് കുറച്ചൊക്കെ പഠിക്കും. പിന്നെ നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് എന്നാണെന്നറിയാവോ, നമുക്ക് കോംപ്ലക്സ് പ്രോബ്ലം സോൾവിങ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കോൺഫിഡൻസ്, പിന്നെ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട്, അങ്ങനെ നമുക്ക് ഒരുപാട് ക്വാളിറ്റീസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഞാൻ ചുരുക്കി പറയാം, നമ്മൾ കേസ് മാനേജ്മെന്റിൽ ചേരണമെന്നുണ്ടെങ്കിൽ ചില ഹോസ്പിറ്റലുകളിൽ, അതിപ്പം എനിക്കിപ്പോൾ കാലിഫോർണിയയുടെ കാര്യം എനിക്ക് അറിയത്തുള്ളൂ, കാര്യം ഞാൻ കാലിഫോർണിയയിലായതുകൊണ്ട്. ഇപ്പം ഈ മലയാളി കേസ് മാനേജർമാരുടെ കൂട്ടത്തിൽ എന്നെക്കാട്ടി മുമ്പേ വേറൊരാളുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം വന്ന ആളാണ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒരു 5-6 മലയാളി കേസ് മാനേജേഴ്സ് ഉണ്ട്. ഔട്ട് ഓഫ് സ്റ്റേറ്റിലും ഉള്ള, അരിസോണയിലുള്ള കുറെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ട് കേസ് മാനേജ്മെന്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ കേസ് മാനേജ്മെന്റ് ബെഡ് സൈഡിലുള്ളവരോട് ഞാൻ പറയുവാണ്,
വളരെ നല്ല ഒരു കരിയർ പാത്താണ്. നമുക്ക് നല്ല അതായത് നമ്മൾ ബെഡ് സൈഡിൽ നിൽക്കുന്നതിനെക്കാട്ടി നമ്മളോട് ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റുള്ള ഡിസിപ്ലിനുള്ള ആൾക്കാരാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മളോട് കുറേ റെസ്പെക്റ്റ് ഉണ്ട് അവർക്ക്. കാര്യം നമ്മൾ ഒത്തിരി ഡിസിഷൻ എടുക്കുന്നുണ്ട്, നമ്മൾ അവരെ ഒത്തിരി ഈ ഡിസ്ചാർജിനകത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻഷുറൻസിൽ നിന്നുള്ള റവന്യൂവിന് നമുക്ക് വലിയൊരു റോളുണ്ട്. അപ്പം ഇതിൽ കയറാനായിട്ട് മിക്ക ഹോസ്പിറ്റലുകളിലും ബാച്ചിലേഴ്സ് ചോദിക്കുന്നുണ്ട്. അതല്ലാതെ ബാച്ചിലേഴ്സ് ഇല്ലാത്തവർക്കും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലേണിംഗ്, അതായത് ഞങ്ങൾക്ക് ഒരു ട്രെയിനിങ് പൊസിഷൻ ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് കൈസർ, മേഴ്സി, സട്ടർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കുറെ ഉണ്ട്. അവിടെ എല്ലായിടത്തും അങ്ങനെ ട്രെയിൻ ചെയ്യുന്ന പൊസിഷൻ ഉണ്ട്. ആ പൊസിഷന് നമുക്ക് എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഹോസ്പിറ്റൽ ബെഡ് സൈഡ് എക്സ്പീരിയൻസ് മിനിമം 3 to 5 years എക്സ്പീരിയൻസ് മതി. പിന്നെ ചിലർ സർട്ടിഫിക്കേഷൻ എടുക്കുന്നുണ്ട്, CCM, ACM, ആ സർട്ടിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. ചിലർ ചെയ്യുന്ന മാസ്റ്റേഴ്സ് ഇൻ കേസ് മാനേജ്മെന്റ് എടുക്കും. അപ്പൊ ഈ മാസ്റ്റേഴ്സ് ഇൻ കേസ് മാനേജ്മെന്റ് ഉള്ളവർക്ക് എല്ലായിടത്തും കേസ് മാനേജ്മെന്റ് ജോബിന് പ്രിഫറൻസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഹോസ്പിറ്റലില് ഈ ട്രെയിനിങ് പ്രോഗ്രാം ഇല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കേസ് മാനേജ്മെന്റ് അത് എല്ലാ യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യത്തില്ല. പക്ഷെ അത് ഓഫർ ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികളുണ്ട്. അവിടെ നമ്മൾ ഓൺലൈൻ എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേസ് മാനേജറായിട്ട് അപ്ലൈ ചെയ്യാം. Very nice, very nice. You answered all my questions actually. This is really nice. That's really nice. I know ഒരു നേഴ്സിന് ഇപ്പം ഒരു കേസ് മാനേജർ ആകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളതെല്ലാം രഞ്ജിനി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വളരെ വളരെ സന്തോഷം. ഞാൻ ആക്ച്വലി 2014-15 ഒരു എക്സ്ട്രാ ജോബായിട്ട് കേസ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ CBI ആയിട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ ഞാന് കേസ് മാനേജ്മെന്റില് അത് എനിക്ക് അന്ന് 6 AM to 2:30 PM ചെയ്യായിരുന്നു. 2:30 കഴിഞ്ഞിട്ട് 3 PM to 7 PM ഞാൻ അവിടെ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്തിരുന്ന അതേ ഹോസ്പിറ്റലില് എക്സ്ട്രാ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഇന്റർക്വാൾ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നാലും വലിയ ഇതില്ല, ബിക്കോസ് ദാറ്റ് വാസ് മൈ സെക്കൻഡറി ജോബ്, റൈറ്റ്? അതുകൊണ്ട് പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കും അറിയത്തില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഐ എം ഷുവർ ദിസ് ഈസ് ഗോയിങ് ടു ബി വെരി വെരി വാല്യുബിൾ ഫോർ the new nurses who doesn't know how to get into case management. And also I want to say something. If anybody needs motivation to be a case manager, please do reach out to me. Yeah, definitely. Yeah, you can see that she's a very good motivator. So let me ask you one thing, like maybe in next 1 minute if you can tell me, so ഇത്രയും നല്ല പോലെ നഴ്സിംഗിന്റെ ഇതിൽ കാലിഫോർണിയയിൽ നല്ല, ഐ മീൻ ഐ എം ഷുവർ ലിവിങ് കോസ്റ്റ് കൂടുതലാണ് എങ്കിൽ പോലും, എന്നിട്ടും പിന്നെ എന്തിന് ഈ ബിസിനസ്? ഒരു മിനിറ്റ് പറയാമോ? ഓക്കെ. സോ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ദൈവം എന്നെ ഇങ്ങനെ അങ്ങനെ ആക്കി, എനിക്ക് ഇങ്ങനെ ഓരോന്നിങ്ങനെ കേസ് മാനേജ്മെന്റ് എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാവുന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കാൻ തുടങ്ങിയത്. അപ്പൊ ബിസിനസ് എന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചിക്കൻ ഗുനിയ വന്നു, കോവിഡ് വന്നു, എനിക്ക് കുറെ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂ, ഓട്ടോ ഇമ്മ്യൂൺ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാനൊരു ഈ ഒരു 7 മാസമേ ഉള്ളൂ, 8 മാസമാണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നിട്ട്. അപ്പൊ ഞാനൊരു മെഡിക്കൽ ലീവിൽ ഇരുന്ന സമയത്താണ് ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടത്. അപ്പൊ ശരിക്കും ഞാനിങ്ങനെ വയ്യാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്കിങ്ങനെ ഈ 5 ദിവസത്തെ ജോലിക്ക് പോകുന്ന ഒരു ബുദ്ധിമുട്ടായി വന്നാൽ എനിക്കൊരു എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് പ്ലാൻ വേണം. എനിക്ക് അത്ര എനർജി ഇല്ലാത്ത സമയത്തും എനിക്ക് ഫാമിലിയുടെ കൂടെ, പിന്നെ വേറൊരു കാര്യം, വേറെ എന്തെങ്കിലും ഓപ്ഷൻ, എനിക്കിങ്ങനെ 40 മണിക്കൂർ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. പാർട്ട് ടൈം ചെയ്യണം, പക്ഷെ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വേണം, ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യണം, വെക്കേഷൻ പോകണം, അങ്ങനെ പല പ്ലാനുകളാണ്. പിന്നെ റിട്ടയർ ചെയ്യുമ്പം നല്ല എന്താ പറയുന്ന, വളരെ പീസ്ഫുൾ ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് റിട്ടയറും ചെയ്യണം, ഇതൊക്കെയായിരുന്നു. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ഇതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻക്വയറിക്ക് പോയി. ഞാൻ ആ ഒരു പ്രീ കോച്ചിങ് വീഡിയോ കണ്ടപ്പം ഞെട്ടിപ്പോയി ബിന്ദു. സത്യമായിട്ട് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുമല്ല. ഞാൻ ദൈവമേ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ കൺമുമ്പിൽ അല്ലെ വിരൽത്തുമ്പിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇത് മനസ്സിലാക്കാതെ പോയത്? എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ഞാനോർത്തു എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട്, ദൈവം എല്ലാം എനിക്ക് ആ സമയത്ത് കൊണ്ടുതരും. അപ്പം അങ്ങനെയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അന്നുള്ള അതേ എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഐ ലവ് മൈ ബിസിനസ്, ഐ ലവ് മൈ ജോബ്. വെരി നൈസ്. യാ, സെയിം തിങ് ഹിയർ. ഞാനാണേലും നോക്കിയത്, ഇത് എക്സ്പ്ലോർ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ദിസ് ഐ ക്യാൻ ഡു ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആകാതെ നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിൽ നമ്മളുടെ സമയത്ത് ചെയ്യാൻ പറ്റും.
ആൻഡ് ഇറ്റ് ഹാസ് നമ്മുടെ ഒരു പെൻഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി ഉള്ള ബിസിനസ്സാണ്. അതെ യുനോ നമുക്കൊരിക്കൽ നിർത്തണമെന്ന് തോന്നിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ ബിസിനസ്സാണ്. യെസ്, എല്ലാ കാര്യങ്ങളെ പോലെ തന്നെ ഇതിനും ഒരു ലേണിംഗ് കർവ് ഉണ്ട്. ഇപ്പം കേസ് മാനേജ്മെന്റ് കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ ദർ ഇസ് എ ലേണിംഗ് കർവ്, റൈറ്റ്? ആ ലേണിംഗ് കർവിനുള്ള ട്രെയിനിങ്ങും ഉണ്ട്, മെന്റർഷിപ്പും ഉണ്ട്, കമ്മ്യൂണിറ്റി സപ്പോർട്ടും ഉണ്ട്. ഇതിൽ കൂടുതലൊക്കെ എന്താ ചോദിക്കാൻ പറ്റുന്നേ? എനിവേ, നമുക്ക് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പ് പെട്ടെന്ന് ഞാനൊരു വൺ ഇത് മാത്രം പറയാം. ഓക്കെ, റാപ്പിഡ് ഫയർ ആണേ. കോഫി ഓർ ടീ? my Kerala tea. Kerala tea. Night shift or day shift? Yes, day shift, no night shift. Scrubs or regular clothes? Regular, I love wearing regular clothes, but scrubs are convenient. Convenient, yeah. Overtime or business? My business, no more overtime. Work from home or workplace? Half and half. Hybrid. എല്ലാരും അത് തന്നെ പറയുന്നത് കേട്ടോ. Kerala vacation or somewhere else? First Kerala vacation, but I definitely take other vacation too. Yeah. Okay. So last question. Let's just do it in 1 minute. Pettanna, what is one piece of advice you would give to a fellow Malayali, immigrant Malayali nurse in kodukkunna ഒരു piece of advice who wants to explore different either career path അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ, നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്ത് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു piece of advice? Okay, so I hope that our interaction is going to help other fellow Malayali നേഴ്സസ്. അപ്പം എനിക്ക് പറയാനുള്ള എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിടത്ത് തന്നെ അതായത് നമ്മുടെ കംഫർട്ട് സോണിൽ പെട്ട് നമ്മൾ അങ്ങനെ, അതായത് ബെഡ് സൈഡിൽ ഒരു യൂണിറ്റിൽ പോയി ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണെന്ന് പറഞ്ഞ് അവിടുന്ന് മൂവ് ചെയ്യാതിരിക്കരുത്. നൈറ്റ് ഷിഫ്റ്റ് ചെയ്ത് നൈറ്റ് ഷിഫ്റ്റിൽ നിന്ന് മൂവ് ചെയ്യാതിരിക്കരുത്. കാര്യം ഞാൻ ഡേയിൽ പോയിട്ട് ഞാൻ പല നേഴ്സും മലയാളികളെ എൻ്റെ ഫ്രണ്ട്സിനെ പിടിച്ചു പറിച്ച് ഡേയിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ഇപ്പോഴും എന്നെ താങ്ക് യു പറയും. ഒരു ചേച്ചീനെ ഞാൻ ക്ലിനിക്കിലോട്ട് വിട്ടിട്ട് ആ ചേച്ചി എന്നും പറയും, രഞ്ജിനി കാരണമാണ് ഞാൻ ഇത്രയും നല്ലൊരു ജോലി കിട്ടുന്നത് എന്ന് പറഞ്ഞ പോലെ, നമ്മൾ ചില മനുഷ്യർക്ക് മറ്റുള്ളവർ ഒരു കൈ പിടിച്ചിട്ടൊന്ന് വലിച്ച് പുറത്തേക്ക് ഇടുക, അതല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ തള്ളി പുറത്തേക്ക് ഇടുക. എന്നിട്ട് there are so many golden opportunities outside. കേസ് മാനേജ്മെന്റ് മാത്രമല്ല, ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ബെഡ് സൈഡിൽ ക്ലിങ് ചെയ്ത് നമ്മുടെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ എന്താ പറയുന്നത് കോംപ്രമൈസ് ചെയ്യാതെ മോർ ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കേസ് മാനേജ്മെന്റിൽ നിന്നാണെങ്കിലും ബിസിനസ്സിൽ നിന്നാണെങ്കിലും എനിക്ക് കോൺഫിഡൻസ് കിട്ടി. പിന്നെ എനിക്ക് ഒരു ഗ്ലോബൽ ആയിട്ടുള്ള എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലി പോസിറ്റീവ്. ഇതേ നോക്കി ബിന്ദുവിനെയൊക്കെ നോക്കി, ഞാൻ ബിന്ദുവിനെ കണ്ടിട്ടില്ല ഇതുവരെ. ഞങ്ങൾ ഓൺലൈനിലുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് ബിന്ദു, പ്രീജ, ഷെറിൻ ഇവരെല്ലാവരെയും എനിക്കിപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് ഫാമിലിയാണ്. എനിക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സിനെയും ഫാമിലിയെയും എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടി. മോർ ഓവർ ഐ എം സോ കോൺഫിഡൻറ്റ്. ഞാൻ ഹാപ്പിയാണ്. ഓരോ ദിവസവും എനിക്ക് പുതിയ ഗോളുകളുണ്ട്. പിന്നെ എനിക്ക് എന്താ പറയുക, ഞാനിങ്ങനെ എല്ലാ ലൈവ് പോകാനും വീഡിയോ ചെയ്യാനും എല്ലാ കോൺഫിഡൻസും കിട്ടി. അപ്പം വളരെ സന്തോഷം. പിന്നെ ഒരു കാര്യം, ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു 15-20 മിനിറ്റത്തെ വീഡിയോയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു മലയാളി നേഴ്സെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ഒന്ന് ബെഡ് സൈഡിൽ നിന്ന് മാറി വേറൊരു കരിയർ പാത്ത് എടുക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ, അതായത് ഒരു സൈഡ് ഹസിൽ തുടങ്ങാനുള്ളൊരു മോട്ടിവേഷൻ ഞങ്ങളുടെ വാക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പൊ ബിന്ദുവിന് ഒത്തിരി നന്ദി. ബിന്ദു, ഇതൊരു എക്സലന്റ് ഐഡിയ ആണ്. ഞാൻ വളരെ എൻജോയ് ചെയ്തോട്ടെ ഇതിനകത്ത് പങ്കെടുക്കാൻ. താങ്ക് യു സോ മച്ച്. സോ അപ്പം രഞ്ജിനി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ബിസിനസിനെ പറ്റി എക്സ്പ്ലോർ ചെയ്യുകയോ അതുപോലെ നേഴ്സിംഗിന്റെ എന്തെങ്കിലും കരിയർ പാത്തിനെ പറ്റി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ രഞ്ജിനിയുടെ പേജിൽ കൂടെ ആണ് കാണുന്നെങ്കിൽ രഞ്ജിനിയെ കോൺടാക്ട് ചെയ്യുക, അല്ലെ എൻ്റെ പേജിൽ കൂടെ ആണ് കാണുന്നതെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങള് തീർച്ചയായും നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. We hope to talk to you soon. Thank you so much, Ranjini, for coming. Thank you, Bindu. Bye bye.